ആ ഡോഗ് അഭിനയിക്കുന്നതിൽ ഡയാനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ട് സാർ. നിങ്ങളാരാ? കിഷോർ കുമാർ, എന്റെ ഫ്രണ്ട്. അതിന് എന്റെ ഫ്രണ്ടിൽ കയറി നിൽക്കുന്ന എന്തിനാ? അല്പം മാറി നിൽക്കൂ. ഞാൻ പ്രൊഡ്യൂസർ കിഷോർ കുമാർ. ഓ, ആ കിഷോർ ആണല്ലേ? എങ്കിലും മാറി നിൽക്കൂ. ചേട്ടായേ, എനിക്ക് മാത്രമല്ല ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഉണ്ട് അടിയാധാരം. ഇനി ഒരടി മുമ്പോട്ട് വെച്ച ചാവിട്ടി അടിപ്പണ്ടം കലക്കി കൈ തരിഞ്ഞാൻ. എങ്കിൽ ഇങ്ങോട്ട് വേണം. നീ വളരെങ്കിൽ എന്തിനാടാ ഈ ബലൂണും ബിപിയും ഒക്കെ? നിന്റെ അപ്പന്റെ 16 നിയന്ത്രിക്കണോ? നിന്റെ മമ്മിയുടെ സെക്കൻഡ് മാരേജിന് പന്തലി തൂക്കാൻ. ഈ അലവലാദികളോ, ഈ തെണ്ടികളൊക്കെ ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത്? കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. ഞങ്ങൾ ഇവിടെ വലിഞ്ഞു കയറി വന്നവരൊന്നും അത് പറയാൻ താനാരാ? സാർ, ഇവരൊക്കെ എന്റെ ആൾക്കാരാ. നീ ഏതാടാ നായേ? അല്ല, നീ എങ്ങനെയാ സിംഹക്കുട്ടിയായത്? അമ്മ കാട്ടിലേക്ക് പോവായിരുന്നോ അതോ സിംഹം നാട്ടിലേക്ക് വരുമായിരുന്നു? കാട്ടിലേക്കായാലും നാട്ടിലേക്കായാലും ഉണ്ടായ സിംഹക്കുട്ടിയല്ലേ. അല്ല, ഇവനെ പോലെ വീട്ടിലെ വളർത്തു പട്ടിക്കുണ്ടായതല്ലോ. താനാരാ? ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഇവിടെ പക്ഷിയെയും പൂച്ചയും ഒന്നും കാണുന്നില്ല. എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന്. കഴിഞ്ഞ കളിയിലേക്ക് 8 6 അടിച്ചത് ആ ചേട്ടന്റെ ഓവറിലായിരിക്കും അല്ലേ? അതിന്റെ അസൂയായിരിക്കും അവർക്ക്. അതിൽ 6 6 അടിച്ച ഞാനാ. ബാക്കി 2 അടിച്ച നിന്റെ തന്തേടി. പോവാ റസിയ, വാ. ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കണ്ട. വാ. ഹലോ ഹലോ, ഞാൻ കർത്ത. താൻ കറുത്തോന്ന് എനിക്ക് എങ്ങനെ അറിയാം? ഇതിനു മുമ്പ് താൻ വെളുത്തിട്ടായിരുന്നു. അതല്ല, ഞാൻ രാമൻ കർത്ത. ഹലോ, ഞാൻ പാഷയാണ്. പാഷാണോ? പാഷാണോ അല്ല, പാഷ. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ചായ എടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ തന്റെ മുമ്പിൽ ഇരിക്കുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. രാത്രിയാൽ എന്റെ കണ്ണിന്റെ കാഴ്ചക്കേ കുഴപ്പമുള്ളൂ. ചെവി നന്നായിട്ട് കേൾക്കാം. അങ്ങനെ കേൾക്കുന്നു മാത്രം വിശ്വസിക്കണത് മോശമല്ല അച്ചോ. മോനെ വാസു സദാശിവ, നിന്റെ അപ്പ സദാശിവനാണെന്ന് അമ്മ പറഞ്ഞുള്ള കേട്ടറിവല്ലേ ഉള്ളൂ. എന്നിട്ട് നീ അത് വിശ്വസിച്ചില്ലയോ?